ഹലോ എല്ലാവർക്കും ക്യാൻവ ഗ്രാഫിക് ഡിസൈൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു കുഞ്ഞ് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ക്യാൻവാസ് വെച്ചിട്ട് അങ്ങനെ ഒരു പോസ്റ്റർ ചെയ്യാൻ നമുക്ക് നോക്കാം. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ഇതിലുള്ള എലമെൻറ്റ്സ് ഉപയോഗിക്കാമെന്ന് പഠിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെർച്ച് ചെയ്യാം. പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ പോസ്റ്റർ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, പോസ്റ്റർ പോർട്രേറ്റ് ഉണ്ട്. ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്താൽ ഒരു ലാൻഡ്സ്കേപ്പ് പോസ്റ്ററിൻ്റെ വിഡ്ത്തിലും ഹൈറ്റിലുള്ളൊരു പോസ്റ്റർ ക്യാൻവാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓപ്പൺ ആവും. ഇനി അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള പോസ്റ്ററാണെന്ന് വെച്ചാൽ അതിനായിട്ട് ഒരു പ്രത്യേക വിഡ്ത്തും ഹൈറ്റും ആണല്ലോ, അതും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിനായിട്ട് സോഷ്യൽ മീഡിയ എന്ന് കാണാം, അവിടെ ഉണ്ടല്ലേ, സോഷ്യൽ മീഡിയ എന്ന് സെലക്ട് ചെയ്യാം. അതിൽ ഇൻസ്റ്റഗ്രാം എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ താഴത്ത് കാണാം ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ളത്. ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള വിഡ്ത്തിലും ഹൈറ്റിലുള്ളൊരു ക്യാൻവാസ് ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആയത് കാണാം. ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഡിസൈൻ കൊണ്ടുവരാൻ നമുക്ക് വളരെ സിമ്പിളാണ്. ആദ്യം നമുക്കിതിലേക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ കൊണ്ടുവരാൻ നോക്കാം. ഫോട്ടോ കൊണ്ടുവരാനായിട്ട് നമുക്ക് അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഫയൽസ് എന്ന് പോയിട്ട് ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗാലറിയത്തെ ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ അപ്ലോഡായിട്ട് കിടക്കും കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഓരോ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോട്ടോ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നു. ഇങ്ങനെയാണ് ഫോട്ടോസ് കൊണ്ടുവരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഫോട്ടോ വെക്കാൻ ഒരു ഫ്രെയിം ആഡ് ചെയ്യാണ്. ഫ്രെയിം ആഡ് ചെയ്യാനായിട്ട് എലമെൻറ്റ്സ് തന്നെ പോകുന്നു. എലമെൻറ്റ്സിൽ സെർച്ച് എലമെൻറ്റ്സ് എടുക്കുന്നു. അവിടെ താഴത്തായിട്ട് കാണാൻ നിങ്ങൾക്ക് ഫ്രെയിം. ആ ഫ്രെയിം പോയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ഫ്രെയിം എന്നുണ്ട്, അവിടെ ഫ്രെയിം തന്നെ സെർച്ച് ചെയ്യുക. അതിൽ ഫ്രെയിം സ്ക്വയർ എന്നൊക്കെ സെർച്ച് ചെയ്യാം. ഫ്രെയിം തന്നെ സെർച്ച് ചെയ്താൽ എല്ലാ ഫ്രെയിമും വരും. ഇവിടെ ഫസ്റ്റുള്ള ഫ്രെയിം ഉണ്ടല്ലോ സ്ക്വയറിൻ്റെ, അതെടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓരോ ഫ്രെയിം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. നമ്മൾ ഡിസൈനിൽ ആഡ് ചെയ്യാനുള്ള ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഫ്രെയിം ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫോട്ടോ വെക്കാനായിട്ട് ജസ്റ്റ് ഈ ഫോട്ടോ ഇതിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഫോട്ടോ എടുക്കുന്നു, ഇത് ഡ്രാഗ് ചെയ്യുന്നുണ്ടോ, അപ്ലോഡിൽ പോകുന്നു, അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, ഞാൻ നേരത്തിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഇതിനായിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ ഫ്രെയിം, ആ ഫ്രെയിമിൻ്റെ നേരെ മുകളിൽ വെച്ചാൽ മതി, നേരേക്ക് അപ്ലോഡ് ആയിക്കോളും. അടുത്ത ഫോട്ടോ എടുക്കാനായിട്ട് അപ്ലോഡിൽ പോകുന്നു, അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, നേരെ അതിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ആ ഫോട്ടോ സെലക്ട് ആയിട്ടില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ എലമെൻറ്റ്സിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടെക്സ്റ്റ് ബോക്സ്. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഈ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് എന്ന് കണ്ടില്ലേ, ഈ നമുക്കൊരു പാരഗ്രാഫ് എന്നുള്ള ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന കണ്ടോ, ഏറ്റവും താഴത്തായിട്ട് എഡിറ്റിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റാം. ഞാനിവിടെ അഭിനന്ദനങ്ങൾ ടൈപ്പ് ചെയ്യാം കേട്ടോ. അഭിനന്ദനങ്ങൾ. ഓക്കെ, അവിടെ ടൈപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ, വോയിസ് ടൈപ്പിംഗ് ഇല്ലെങ്കിൽ. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ നമുക്ക് ടൈപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫോണ്ട് മാറ്റാനായിട്ട് ആ ടെക്സ്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ശേഷം എഡിറ്റ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തായിട്ട് കാണാം ഫോണ്ട്. ആ ഫോണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ മുകളിലേക്ക് ഒരു ആരോ കാണാം, ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരുപാട് ഫോണ്ട് കാണാം. ഇതിലൊരുപാട് ഫോണ്ടുണ്ട്. ക്യാൻവ പ്രോ എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എല്ലാ ഫോണ്ടും കിട്ടുക കേട്ടോ. മലയാളം ഫോണ്ടൊക്കെ ഒരുപാടുണ്ട്. ഈ മലയാളം ഫോണ്ടൊക്കെ പ്രോ എടുത്താലാണ് കിട്ടുക. പ്രോ നിങ്ങൾ ഡയറക്റ്റായിട്ട് എടുക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. നമ്മളതിൻ്റെ ടീം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ഒരു പ്രോ ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളെ സ്വന്തം ജിമെയിൽ ഐ ഡി തന്നെ നിങ്ങൾക്കത് ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഓരോ ഫോണ്ട് മാറ്റുമ്പോൾ ആ മലയാളം ടെക്സ്റ്റിൻ്റെ രൂപം മാറുന്നത് കണ്ടില്ലേ, ഇതാണ് ഫോണ്ട് കേട്ടോ.
ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണ്ടിൻ്റെ പേര് ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടും. ഇതാ അനഘ റെഗുലർ. ഓക്കെ, ഒരുപാട് ഫോണ്ട് ഉണ്ട് കേട്ടോ അതിൽ. ഇനി നമുക്ക് ഈ ഫോണ്ടിൻ്റെ കളറ് മാറ്റാനായിട്ട് ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഫോണ്ട് ക്ലിക്ക് ചെയ്യുക, കളർ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ ഇതിലുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ഡിസൈനിൽ ഉപയോഗിച്ച കളറായിട്ട് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഫോണ്ട് ഏത് ഭാഗത്തായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. താഴത്ത് വെക്കണമെങ്കിൽ താഴത്ത് വെക്കാം, അവിടെ വെക്കാം. ഇപ്പോൾ ഒരു ഫോണ്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെ ഒരു ക്യാൻവാസ് ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക, ആ ഫോട്ടോ എങ്ങനെ ഒരു ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യുക നമ്മൾ പറഞ്ഞു. അതുപോലെ എങ്ങനെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക, ആ ടെക്സ്റ്റ് എങ്ങനെ വ്യത്യസ്ത ഫോണ്ടിൽ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഷേപ്പ് നമ്മൾ ഡിസൈനിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഷേപ്പ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മളൊരു ഫോട്ടോ കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഷേപ്പ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഡിസൈന് തൊട്ടപ്പുറത്ത് കാണാം എലമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഇപ്പോൾ ഫ്രെയിമാണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്, ജസ്റ്റ് ബാക്ക് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സെർച്ച് എലമെൻറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗ്രാഫിക്സ് ഒരുപാടുണ്ട്, അതിന് തൊട്ട് മേലെയായിട്ട് ഷേപ്പ് എന്ന് കാണണ്ടോ, ഷേപ്പ്, ആ ഒരു ഷേപ്പ് ക്ലിക്ക് ചെയ്യാം. അവിടെ ഫസ്റ്റ് ലൈൻസ് ഉണ്ട്, ലൈൻസിൻ്റെ താഴത്ത് കാണാം ഷേപ്പ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് ഞാൻ അവിടെ സെലക്ട് ചെയ്തു കേട്ടോ. ഈ ഒരു ഷേപ്പ് ഞാൻ താഴേക്കായിട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇവിടെ താഴെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഷേപ്പ് ഒന്ന് വലിക്കുന്നു കേട്ടോ. വലിച്ചിട്ട് ഈ ഷേപ്പ് ഇവിടെ താഴത്ത് പ്ലേസ് ചെയ്തു. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്കിലേക്ക് നമുക്ക് ഗ്രാഫിക്സ് ആഡ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഗ്രാഫിക്സ് ആഡ് ചെയ്ത് നോക്കിയില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് ഷേപ്പ്, ഫോട്ടോ, ഫ്രെയിം, ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിന് തന്നെ ഒരു ഫോണ്ട് കൊടുത്തു അല്ലേ. ഗ്രാഫിക്സ് ആടാനായിട്ട് എലമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഏറ്റവും താഴത്ത് ഡിസൈൻ്റെ അപ്പുറത്തായിട്ട് എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ഓപ്പൺ ചെയ്യാം. അവിടെ സെർച്ച് എലമെൻറ്റ്സ് എന്ന് കാണാം ഏറ്റവും ടോപ്പിൽ, അതിൽ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യാം. ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ഗ്രാഫിക്സ് എന്നുണ്ടാവും. അവിടെ നമുക്ക് ഏത് ഗ്രാഫിക്സാണ് വേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യാൻ ഇവിടെ വിന്നേഴ്സ് എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. വിന്നേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാഫിക്സ് കാണാം. ഏത് ഗ്രാഫിക്സ് നമുക്ക് വേണ്ട വെച്ചാൽ അതുകൂടെ കൊടുക്കാം കേട്ടോ. ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ട്. ഇങ്ങനത്തെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റീവാണ് കേട്ടോ. ചെയ്യുന്നില്ല, ഞാനിവിടെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുകയാണ്. അതിൻ്റെ ഗ്രാഫിക്സ് കിട്ടണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് പ്രൈസ് എന്ന് തന്നെ സെർച്ച് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പ്രൈസ് എന്ന് സെർച്ച് ചെയ്യുക. നമുക്ക് ഇവിടെ ഫസ്റ്റ് പ്രൈസിന് ഗ്രാഫിക്സ് കിട്ടിയിട്ടുണ്ട്. ആ ഗ്രാഫിക്സ് നമുക്ക് അവിടെ കൊണ്ടുപോയേക്കാം കേട്ടോ. എവിടെ വെച്ചാൽ ഇതേപോലെ സെക്കൻഡ് പ്രൈസിന് നമുക്ക് എലമെൻറ്റ്സിൽ പോവാം. എന്നിട്ട് സെക്കൻഡ് പ്രൈസിന് സെർച്ച് ചെയ്യാം. ചില ഗ്രാഫിക്സൊക്കെ ഇതിൽ നമുക്ക് പ്രോ വേർഷനിൽ ഉണ്ടാക്കി കിട്ടുമോ കേട്ടോ. അപ്പോൾ പ്രോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എല്ലാ ഗ്രാഫിക്സും കിട്ടും. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് സെലക്ട് ചെയ്യാം. കളർ മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ കളർ മാറ്റം ചെയ്യാം കേട്ടോ. റെഡ് കളർ എടുത്തിട്ടുണ്ട് അതിന്. ഇങ്ങനെ നമുക്ക് ഗ്രാഫിക്സ് പ്രൈസ് മണിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം കേട്ടോ. ഇതൊന്നൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രാഫിക്സ് തന്നെ കിട്ടും.
അപ്പോൾ തൽക്കാലം ഈ ഒരു ഗ്രാഫിക്സ് ആഡ് ചെയ്യാണ്. ഇതേപോലെ തേർഡ് പ്രൈസിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. എലമെൻസിൽ പോകുന്നു. ശേഷം ഗ്രാഫിക്സ് വേണ്ട നമ്മൾ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തെടുക്കുക. എല്ലാം ഒരേപോലെ ആണെങ്കിൽ അങ്ങനത്തെ ഗ്രാഫിക്സ് ഉണ്ടാവും, നോക്കിയെടുക്കുക കേട്ടോ. ഫസ്റ്റും ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഇവിടെ. അപ്പോൾ എല്ലാം ഒരേ ഗ്രാഫിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മാച്ച് വേണ്ട ഡിസൈനിൽ മെയിനായിട്ട് തമ്മിൽ മാച്ച് നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിക്സ് ഇവിടെ അല്ല കൊടുത്തത്, അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കണം മറ്റേന് കൊടുക്കേണ്ടത്. തമ്മിൽ മാച്ച് വേണം. ഓക്കെ, ഇതിവിടെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഒരേ ഹൈറ്റിലും ഒരേ വിഡ്ത്തിലും ആയിരിക്കണം കേട്ടോ. അത് അറിയാൻ പറ്റും. ഇതിലും കുറച്ച് എഴുതി കഴിഞ്ഞാൽ മേലെ ഒരു ലൈന് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് ആഡ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കൂടുതൽ ഗ്രാഫിക്സ് ആഡ് ചെയ്യാനായിട്ട് എലമെൻസിൽ പോയിട്ട് വിന്നേഴ്സ് എന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടോ. ഇവിടെ ഞാൻ ഈ ഒരു ഗ്രാഫിക്സ് സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഗ്രാഫിക്സ് കൂടുതലായിട്ട് നമുക്ക് വെക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, ക്ലിക്ക് ചെയ്താൽ മതി. ചെറുതാക്കാട്ടാൻ നല്ല വലുപ്പമുണ്ട്. ചെറുതാക്കിയിട്ടാണ് പ്ലസ് ഐക്കങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഒരുപാടായിട്ട് ഉള്ളത് അതിൻ്റെ പ്ലേസിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ലൊരു അലൈൻമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ഈ ഗ്രാഫിക്സ് താഴത്ത് കൊണ്ടുപോയിട്ട് ചെയ്യുമ്പോൾ കാണാൻ കണ്ടില്ലേ, ഇതിൻ്റെ മേലെയുടെ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഇല്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യട്ടെ. ആദ്യം ഇവിടെ ഏറ്റവും താഴത്ത് ലെയർ എന്ന് കാണാം. ആ ലെയറിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാഫിക്സ് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്താൽ മതി. ഈ ഒരു ഷേപ്പിനെ താഴത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. അതിൻ്റെ താഴത്തേക്ക് കണ്ടോ, അത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ലെയർ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ഒന്നും കൂടി ആഡ് ചെയ്യണം. നമുക്ക് വാർഷിക പരീക്ഷ എന്ന് നമുക്ക് മേലൊരു ടെക്സ്റ്റ് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ ടെക്സ്റ്റ് മേലേക്ക് കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നു കേട്ടോ. അത് ഫോണ്ട് മാറ്റിയിട്ട് ഞാനിവിടെ ഈ ഒരു ഫോണ്ട് കൊടുത്തിട്ടോ. ശേഷം ഞാനൊരു ടെക്സ്റ്റ് മാറ്റിയാണ് എഡിറ്റ് കൊടുക്കുന്നു. എഡിറ്റിൽ ഞാൻ വാർഷിക പരീക്ഷ എന്ന് കൊടുത്തു. ശേഷം ഈ ടെക്സ്റ്റ് ഒന്ന് ചെറുതാക്കുന്നു കേട്ടോ. അതിനായിട്ട് ഫോണ്ട് സ്റ്റേജിൽ പോയിട്ട് ഒന്ന് ചെറുതാക്കുക.
ഇനി ഇത് ഫോണ്ട് ഒന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഫോണ്ടിൽ വരുന്നു. ശേഷം ഫോണ്ട് ഞാൻ മാറ്റി കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു ഫോണ്ട് കൊടുത്തിട്ടാണ് ശേഷം ഞാൻ ഇതിനൊരു ഇവിടെ താഴത്തായിട്ട് തന്നെ വേറൊരു ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്യാണ്. ഇതിനായിട്ട് ഒന്നും കൂടെ ഞാൻ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതല്ലെങ്കിൽ ടെക്സ്റ്റിൽ പോയിട്ട് ആദ്യ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ക്ലാസ് 6 എന്ന് കൊടുക്കും കേട്ടോ. ക്ലാസ് 5. ഓക്കെ, ശേഷം ഈ ഫോണ്ട് ഇവിടെ നമുക്ക് മാറ്റാം. ക്ലാസ് എന്നുള്ളതിൻ്റെ ഫോണ്ട് മാറ്റിയിട്ടുണ്ടാണ്. ഇതല്ലെങ്കിൽ മേലുള്ള അതേ ഫോണ്ട് കൊടുക്കും ചെയ്യാം കേട്ടോ. ആ ഫോണ്ട് നമ്മൾ കൊടുത്തത് മേലുള്ള ഫോണ്ട് ജ്വാല എന്നുള്ള ഫോണ്ടാണ്. ഓക്കെ, ഇവിടെ താഴത്തായിട്ട് ഞാൻ പ്ലേസ് ചെയ്തു. ഇനി ഈ ഒരു ടെക്സ്റ്റിൻ്റെ താഴത്തായിട്ട് എടുക്കുന്നത് കാണും ഷേപ്പ് വരുന്നത്. അതെങ്ങനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എലമെൻസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പ് ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ താഴത്ത് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷേപ്പിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് മേലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് ഒന്ന് ചെറുതാക്കുക കേട്ടോ. എന്നിട്ട് നേരെ താഴത്ത് കൊണ്ടുവയ്ക്കുക. ശേഷം അതിൻ്റെ കളർ നമ്മൾ മാറ്റണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ലെയർ മാറ്റിയാണ്. അതെടുത്തിട്ട് അതിൻ്റെ താഴേക്ക് വെക്കുക. താഴേക്ക് വെക്കാനെടുത്ത് താഴത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ ഇവിടെ ലെയർ എന്ന് കാണാം. ലെയറിലത് എന്ത് ചെയ്യുക, താഴത്തേക്ക് വെക്കുക കേട്ടോ. വാർഷിക പരീക്ഷൻ്റെ താഴത്തേക്ക് അത് കൊണ്ടുപോയി വെക്കുക. ശേഷം വാർഷിക പരീക്ഷ എന്നൊരു ടെക്സ്റ്റ് ഞാൻ കളറ് വൈറ്റ് ആക്കുന്നു. കളറിൽ പോകുന്നു, വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ശേഷം ഫോണ്ട് സൈസിൽ പോകുന്നു, ഒന്ന് കുറക്കുന്നു കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊന്നൊരു ചെറുതാക്കി കൊടുക്കാവുന്നതാണ്. സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നൊരു സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ വർക്ക്. ഓക്കെ, ഒരു സമയം എടുത്ത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ വർക്ക് നന്നാവും കേട്ടോ. നമുക്കിതിലേക്ക് ഒരു ഗോൾഡ് കപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ഇതിലുണ്ടാവും. ഇതിലിപ്പോൾ വന്നിട്ടുണ്ട്. വിന്നർ ഒന്ന് സെർച്ച് ചെയ്യുക. വിന്നർ സെർച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഗോൾഡ് കപ്പ് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഈ ഒരു PNG ഒക്കെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും അബ്സ്ട്രാക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വിന്നേഴ്സ് അബ്സ്ട്രാക്റ്റ് സെർച്ച് വെക്കാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്തിട്ട് അബ്സ്ട്രാക്റ്റ് ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്താൽ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടും കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് താഴെ സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ തിക്നെസ് കുറക്കണമെന്നുണ്ടെങ്കിൽ
ഡിറ്റാച്ച് ഇമേജ് ഫ്രം ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ഇമേജ് ഇങ്ങനെ തന്നെ സെലക്ട് ചെയ്യുക. ശേഷം ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ട്രാൻസ്പെറൻസി എന്നുണ്ടാവും. ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ഇമേജ് വലിയ സ്ട്രോങ് ഉണ്ടാവില്ല. ശേഷം ഇതൊരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ കളറ് മാറ്റാൻ മറ്റൊരായിട്ട് നമുക്ക് പറ്റുന്നതാണ്. ശേഷം അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഷേപ്പ് കൊടുക്കുക. ക്ലാസ് 5 എന്നുള്ളതിന് അതിനായിട്ട് എലമെൻസിൽ പോകുന്നു. ശേഷം ഞാൻ ഗ്രാഫിക്സിൽ സെർച്ച് എലമെൻറ്റ്സ് എന്നെടുക്കുന്നു. അതിൽ ഷേപ്പിൽ തന്നെ വരുന്നു. അതിലിവിടെ താഴത്തുള്ള ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പ് ഞാനത് കൊടുക്കുന്നു കേട്ടോ. ശേഷം ഞാൻ ഈ ഒരു ഷേപ്പ് ക്ലാസ് 5ൻ്റെ താഴത്തായിട്ട് കൊണ്ടുവരുന്നു. ശേഷം ഒന്ന് കുറക്കുന്നു കേട്ടോ. സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഇതിൻ്റെ കളർ മാറ്റാനായിട്ട് കളറിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. വൈറ്റ് കളർ തന്നെ സെലക്ട് ചെയ്തു. ഇതിനും ഏകദേശം നിൽക്കട്ടെ. ടൈം എടുത്ത് ചെയ്യണം. അപ്പം നമുക്കൊന്നും കൂടി നല്ല രീതിയിൽ കിട്ടുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്ക് പേര് കൊടുക്കാനായിട്ട് താഴത്ത് നെയിം കൊടുക്കണം. അതിനായിട്ട് ടെക്സ്റ്റ് ബോക്സിൽ ഞാൻ കോപ്പി ചെയ്യാണ്. ഡിലീറ്റിൻ്റെയും കമൻറ്റിൻ്റെയും ഇടയിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇവിടെ ഞാൻ നെയിം കൊടുത്തു. നെയിം എന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. തൽക്കാലം ഇവിടെ നമുക്ക് നെയിം കൊടുക്കാവുന്നതാണ്. ആ നെയിം ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുന്നു കേട്ടോ. ഫോണ്ടിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് ഫോണ്ട് വേണ്ടതെന്ന് വെച്ചാൽ പക്ഷെ അത് ബോൾഡാക്കാനായിട്ട് ഫോർമാറ്റിൽ വന്നിട്ട് നമുക്ക് ബോൾഡാക്കും ചെയ്യാം കേട്ടോ. വേണ്ട ഒരു വലുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്ത് സെറ്റ് ചെയ്യാം. പേര് കൊടുത്തു കഴിഞ്ഞാൽ ലോങ് പേരാകുമ്പോൾ അനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, നമുക്ക് ലോഗോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗോ നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്യണം. ക്യാൻവയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ലോഗോ ഡിസൈൻ സെർച്ച് ചെയ്താൽ മതി. വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നുള്ളത് ഹോമിൽ വന്നിട്ട് ലോഗോ എന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു ലോഗോ ഇതിൽ സെറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. നിങ്ങൾ ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്യുക. ഈ ഒരു കണ്ടൻറ്റൊന്നും കാണുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഷേപ്പ് ആഡ് ചെയ്തിരിക്കണം.
ടെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കണം, ഫ്രെയിം ആഡ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ നല്ലൊരു ഫോണ്ട് കൊടുക്കണം, ഗ്രാഫിക്സും ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു പോസ്റ്റർ നല്ലൊരു ടൈം എടുത്തിട്ട് ചെയ്യാൻ നമ്മളത് പെട്ടെന്ന് ചെയ്തതാണ്. നിങ്ങൾ ടൈം എടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. വരുന്ന ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ക്യാൻവ ഗ്രാഫിക് ഡിസൈൻ നിങ്ങൾക്ക് ഒന്നുകൂടി എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ അതിൻ്റെ പ്രോ വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോ എടുക്കാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ.